ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും വേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാകണം. കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ഇവരുടെ അഴിമതിക്ക് വേണ്ടി, ഇവരുടെ ആക്രാന്തത്തിന് വേണ്ടി, ഇവരെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് അഴിമതി കാലമായി. ഈ കാര്യം നിഷേധിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത്രയും ആധികാരികമായി ഇദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം പഴയ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ വരുമെന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്, 100% ശരിയാണ്. ഡാമിലെ സാധാരണ ഏറ്റവും അടിയിലെ സൂയസ് തുറക്കാൻ പാടില്ല. ആസ് ദ കൺവെൻഷണൽ നോംസ് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഇവര് ഈ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിയുടെ പേരിൽ ആ സമയത്ത് ആ ഡാം തുറക്കാതെ വെച്ചുകൊണ്ടിരുന്ന അവസാനം സൂയസ് പൊക്കിയപ്പോഴാണ് അടിയിൽ ചെളി മുഴുവൻ കൂടി വന്ന് ആ ചെങ്ങന്നൂരിൽ നശിച്ച് നാരായണക്കൽ വിളിച്ചത്. ആളിയാറിൽ തമിഴ്നാട്ടിലുള്ള കോൺട്രാക്ടർക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടിയിരുന്ന വെള്ളം കേരളത്തിലെ ജനങ്ങളുടെ ഒരു സുരക്ഷയോ താല്പര്യമോ നോക്കാതെ കോടികളുടെ താല്പര്യത്തിന്റെ പേരിൽ പിടിച്ചുവെച്ച് ഒടുവിൽ ആളയാറിൽ നിന്നും വെള്ളം ബൾക്കായി റിലീസ് ചെയ്തപ്പോഴാണ് ചാലക്കുടി തകർന്ന് തരിപ്പണമാക്കിയത്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുന്നതിന് കേവലം 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കേരളം 10 വർഷക്കാലം ഭരിച്ച പിണറായി വിജയന്റെ കൊടും ക്രൂരതകൾ വ്യക്തമാക്കുന്ന തരത്തിൽ മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ കട്ടുമുടിക്കുകയായിരുന്നു എന്നതിലുപരി കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും യാതൊരു തരത്തിലും പരിഗണന നൽകാതെ തനിക്ക് കോടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഡാമുകളെല്ലാം തുറന്നുവിട്ട് 2018 കൃത്രിമമായ പ്രളയം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടിയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്റെ ഒരു സുഹൃത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് മാത്യു ടി തോമസും, അതായത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ തലമുതിർന്ന നേതാവായിരുന്ന മാത്യു ടി തോമസും അന്നത്തെ ചീഫ് എഞ്ചിനീയറുമായിരുന്ന ആ ഒരു ഉന്നത വ്യക്തിയും കൂടി പല താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് കരാറെടുത്ത ആൾക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഡാമുകൾ തുറന്നുവിട്ട് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ വിഹിതം പിണറായി വിജയൻ സർക്കാരും മാത്യു ടി തോമസും ചീഫ് എഞ്ചിനീയറും പറ്റുകയായിരുന്നു എന്നാണ് കെ കൃഷ്ണൻകുട്ടി വെളിപ്പെടുത്തിയത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ പിണറായി വിജയന്റെ രാഷ്ട്രീയ എതിരാളികളല്ല ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യമുണ്ട്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കാൻ കേവലം 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പിണറായി വിജയന്റെ കിരാത ഭരണത്തിന്റെ അഥവാ സാമ്പത്തിക ദുരയോടുകൂടിയുള്ള ഭരണത്തിന്റെ പണം 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 എന്നുള്ള ഒറ്റ ചിന്ത മാത്രമുള്ള ഒരു ഭരണാധികാരിയുടെ കറുത്ത മുഖങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ആരും പുണ്യവാളന്മാരല്ല, കേരളത്തെ അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഇവർ കോടികൾ നേടിയത് എന്നാണ് കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ മേഖലയിൽ അടിഞ്ഞുകൂടിയ കരിമണൽ ക്യൂബിക് മീറ്ററിന് വെറും 60 രൂപ നിരക്കിലാണ് കരാർ കൊടുത്തിരുന്നത്. എന്നാൽ കരാറുകാരനാവട്ടെ ക്യൂബിക് മീറ്ററിന് 2000 രൂപയ്ക്കാണ് ഇത് മറിച്ചു കൊടുത്തിരുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ വെറുതെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 1 ക്യൂബിക് മീറ്റർ കരിമണലിന് 2000 രൂപ വെച്ച് കരാറുകാരന് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 300 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. ഈ 300 കോടിയിൽ എത്ര കോടി വീതം ഇത്തരം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്? ഈ 300 കോടി കിട്ടുന്നതിന് വേണ്ടിയാണ് കേരളത്തെ പ്രളയത്തിൽ മുക്കിക്കൊല്ലുവാൻ മാത്യു ടി തോമസും പിണറായി വിജയനും അന്നത്തെ ചീഫ് എഞ്ചിനീയറുമെല്ലാം തുനിഞ്ഞിറങ്ങിയത് എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടി തുറന്നടിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ തന്റെ പത്രസമ്മേളനത്തിലാണ് കെ കൃഷ്ണൻകുട്ടിയുടെ ടെലിഫോൺ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത്. എന്തായാലും കേരളത്തെ തട്ടുമുടിച്ചു പിണറായി വിജയൻ എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ
കൊന്നുകൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊന്നുകൊണ്ട് കോടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി ചില സ്ഥാപിത താല്പര്യക്കാർക്ക് കൂട്ടുനിന്നുകൊണ്ട് കേരളത്തിലെ ഡാമുകൾ തുറന്നു വിട്ടത് എന്നാണ് ഇപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി തുറന്നടിച്ചിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ഇനിയും കൂടുതൽ പണം നേടുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇവർ മുല്ലപ്പെരിയാർ ഡാം തന്നെ തുറന്നു വിട്ടേക്കും എന്നാണ് ഇപ്പോൾ ട്രോളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഞെട്ടിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കെ കൃഷ്ണൻകുട്ടി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും കേൾക്കാം. അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും ചവേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്യക്കാണ്. അത് അവന് മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടിയെങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചവേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്തത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടർ ഇട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവരെത്ര ലാഭം കിട്ടി? ഈ ഇതിന്റെ വെള്ളം തുറക്കണോ തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറേയില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റ് നിന്ന് കാശാർക്ക് കിട്ടി. 2. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മൾ ഒരു കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ് ഇവര് വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിന്റെ കമ്മിറ്റി വന്നാ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റി ഇപ്പൊ നാണൂട്ടം പറഞ്ഞിട്ടല്ലേ വിളിക്കുള്ളൂ. പ്രഭാത് എന്നു പേരുള്ള ഒരു പാർട്ടി നേതാവിനെ കൂട്ടിയാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. മാത്യു എങ്ങനെയാണ് ശബ്ദം സ്ഥിരീകരിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വ്യാജ ശബ്ദരേഖയാണെന്നുള്ള ക്യാപ്സ്യൂളുമായി CPMകാർ ഉടൻ ഇറങ്ങുമായിരിക്കും. പക്ഷേ അതൊന്നും ഈ സത്യം മറച്ചു വയ്ക്കാൻ ഉതകുന്നതല്ല. കേരളത്തെ മുക്കിക്കൊന്നത് 500ഓളം പേരുടെ ജീവനെടുക്കാൻ കാരണമായത്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടതൊക്കെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേറെന്തു വേണം? മാത്യു കുഴൽനാടന്റെ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾ കൂടി കേൾക്കുക. 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. കാരണം
ഡാം മാനേജ്മെന്റ് പ്രളയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ഞാൻ വാദിക്കാനുണ്ടായിരുന്നുണ്ട്. ഞാനിത് ആഴത്തിൽ പഠിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇദ്ദേഹം പറയുന്ന ഈ കാര്യം 100% സത്യമായ കാര്യമാണ്. പൊതുവെ ഡാം മാനേജ്മെന്റിനെ സംബന്ധിച്ച് റൂൾ കർവ് എന്ന് പറഞ്ഞിരുന്നത് ഏത് ഡാമിന്റെയും ഒരു ഇത്ര പരിധിയിൽ വെള്ളം വന്നാൽ തുറന്നു വിടണമെന്നുള്ളതാണ്. നമുക്കറിയാം, കരിമണലുമായി ബന്ധപ്പെട്ട താല്പര്യം ഇതിനു മുമ്പ് ഞാനൊരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തിരുന്നു. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇറക്കിയ ഉത്തരവിൽ അവര് എഴുതി വെച്ചപ്പോ വന്ന അബദ്ധം, അവരുടെ ആ ഒരു വെപ്രാളം കൊണ്ട് എഴുതി വെച്ചതാണ്, നിങ്ങൾ ഈ വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ മുഴുവൻ താല്പര്യം ഇരുന്നത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുറത്തിരിക്കുന്ന മണ്ണിലാണ്. തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയാൻ, ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, പെരിങ്ങൽകുത്തിലേക്ക്, അതായത് പ്രളയം വന്ന് നമ്മുടെ നാട് തകർന്നു. ചെങ്ങന്നൂരിലേക്ക് ചെളി അടിച്ചു കയറി അന്ന് ഇടതുപക്ഷ MLA ആയിരുന്ന സജി ചെറിയാൻ അടക്കം കരഞ്ഞു വിളിച്ച് ഇത് അടയ്ക്കാൻ പറഞ്ഞു. ഡാമിലെ സാധാരണ ഏറ്റവും അടിയിലെ സൂയസ് തുറക്കാൻ പാടില്ല. ആസ് ദ കൺവെൻഷണൽ നോംസ് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഇവര് ഈ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിയുടെ പേരിൽ ആ സമയത്ത് ആ ഡാം തുറക്കാതെ വെച്ചുകൊണ്ടിരുന്ന അവസാനം സൂയസ് പൊക്കിയപ്പോഴാണ് അടിയിൽ ചെളി മുഴുവൻ കൂടി വന്ന് ആ ചെങ്ങന്നൂരിൽ നശിച്ച് നാരായണക്കൽ വിളിച്ചത്. ആളിയാറിൽ തമിഴ്നാട്ടിലുള്ള കോൺട്രാക്ടർക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടിയിരുന്ന വെള്ളം കേരളത്തിലെ ജനങ്ങളുടെ ഒരു സുരക്ഷയോ താല്പര്യമോ നോക്കാതെ കോടികളുടെ താല്പര്യത്തിന്റെ പേരിൽ പിടിച്ചുവെച്ച് ഒടുവിൽ ആളിയാറിൽ നിന്നും വെള്ളം ബൾക്കായി റിലീസ് ചെയ്തപ്പോഴാണ് ചാലക്കുടി തകർന്ന് തരിപ്പണമാക്കിയത്.